നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുകോട്ടയായ നാട്ടിക മണ്ഡലത്തെ ഞെട്ടിച്ച് സിറ്റിംഗ് MLA CC മുകുന്ദന്റെ രാജി. കേന്ദ്ര BJP സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കഥ പറയുന്ന തെരുവ് നാടക അവതരണവുമായി ചേന്തിണ 2026. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുകോട്ടയായ നാട്ടിക മണ്ഡലത്തെ ഞെട്ടിച്ച് സിറ്റിംഗ് MLA CC മുകുന്ദന്റെ രാജി. മുൻ MLA ഗീതാ ഗോപിയെ മൂന്നാമതും നാട്ടികയിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. തൃശൂരിനൊപ്പം നാട്ടികയിലും CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉയർന്നതിന് പിന്നാലെയാണ് സിറ്റിംഗ് MLA CC മുകുന്ദൻ പ്രതിഷേധവും പിന്നാലെ രാജി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. മൂന്നാം തവണയും മത്സരിക്കാനിറങ്ങുന്ന ഗീതാഗോപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് CC മുകുന്ദൻ MLA ഉന്നയിക്കുന്നത്. പേയ്മെന്റ് സീറ്റാണ് ഗീതാഗോപി നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നാട്ടികയിൽ 2 തവണ മത്സരിച്ചു ജയിച്ച ഗീതാഗോപി MLAയെ കഴിഞ്ഞ തവണയാണ് 2 ടേം പറഞ്ഞ് മാറ്റി നിർത്തിയത്. 2021 അതേ മണ്ഡലത്തിൽ CC മുകുന്ദൻ മത്സരിച്ച MLAയുമായി 28,431 വോട്ടുകൾക്കായിരുന്നു വിജയം. കടുത്ത വിഭാഗീയത ഉയർന്നു കേൾക്കുന്ന തൃശൂരിലെ CPIക്കുള്ളിൽ CC മുകുന്ദൻ എതിർ ശബ്ദം ഉയർത്തി വരുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത്. പാർട്ടിക്കായി പണം പിരിച്ചു നൽകാൻ തനിക്ക് കഴിവില്ലെന്ന് MLA തുറന്നടിച്ചു. വലിയ മുതലാളിമാർ നാട്ടിക മണ്ഡലത്തിലുണ്ടെങ്കിലും അവരോടെല്ലാം പാർട്ടിയെ സഹായിക്കണമെന്ന് മാത്രമാണ് താൻ പറയാറുള്ളത്. എന്നാൽ ഗീതാഗോപി പണം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ കഴിവുള്ള വ്യക്തിയാണെന്നും ഇത്തരം സ്ഥിതി അപകടകരമാണെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. നാട്ടികയിൽ 2 തവണ മത്സരിച്ചു ജയിച്ച ഗീതാഗോപി MLA കഴിഞ്ഞ തവണയാണ് 2 ടേം പറഞ്ഞ് മാറ്റി നിർത്തിയത്. ആ സ്ഥാനത്ത് CC മുകുന്ദൻ മത്സരിച്ച MLA ആവുകയും ചെയ്തു. കടുത്ത വിഭാഗീയത ഉയർന്നു കേൾക്കുന്ന തൃശൂരിലെ CPIക്കുള്ളിൽ CC മുകുന്ദൻ എതിർശബ്ദം ഉയർത്തി വരികയായിരുന്നു. പാർട്ടിക്കായി പണം പിരിച്ചു നൽകാൻ തനിക്ക് കഴിവില്ലെന്ന് MLA തുറന്നടിച്ചു പറഞ്ഞു. വലിയ മുതലാളിമാർ നാട്ടിക മണ്ഡലത്തിലുണ്ടെങ്കിലും അവരോടെല്ലാം പാർട്ടിയെ സഹായിക്കണമെന്ന് മാത്രമാണ് താൻ പറയാറുള്ളത്. എന്നാൽ ഗീതാഗോപി പണം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ കഴിവുള്ളതായും അത്തരം സ്ഥിതി അപകടകരമാണെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. ഇത് അവസരം ഉണ്ടാവുമെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് സീറ്റ് എന്നൊന്നല്ലേ തോന്നാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടാം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ പരിശോധിച്ച് പലപ്പോഴും എന്നോട് സാമ്പത്തികമായി പാർട്ടി പറയാറുണ്ട് പിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഞാൻ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഇതുവരെ അവരത് പോയിട്ടിൽ ഇടപെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടിയെ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാറ്. പക്ഷേ അതിൻ്റെ വ്യത്യസ്തമായ നിലപാടുകളാണ് പിന്നെ വന്നത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ സാമ്പത്തികമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഇവരാണ് എനിക്ക് മനസ്സിലാക്കി. അവരെ ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രം ഞാൻ പരിശോധിച്ചു. അവരെ ഉണ്ടായതിന് തൊട്ട് ഇപ്പം നിങ്ങൾ അവരുടെ വസ്തു കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആ അപകടസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വേറെ എത്ര സ്ഥാനാർത്ഥികളുണ്ടായി എല്ലാ ഘടകത്തിലും 2 മണ്ഡലം കമ്മിറ്റി ഘടകത്തിലും ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥികൾ 7, 8, 9 സ്ഥാനാർത്ഥിയുടെ പേരാണ് വന്നത്. അവരൊന്നും അംഗീകരിക്കാതെ ഈ പറയുന്ന കക്ഷി എടുത്തപ്പോൾ ഇതിലെന്തോ സാമ്പത്തിക ഭദ്രത ഉറപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പാർട്ടി അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോയാൽ നമ്മൾ പൊതുവെ ജനങ്ങൾ അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് മനസ്സിലുണ്ട്. കുറേ കാര്യങ്ങൾ പറയാൻ അത് ക്രമേണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പ്രതികരിക്കുന്ന ഇതിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറാണ്. എന്നോട് വിളിച്ച് വന്നവർ എൻ്റെ പലരും ഇന്ന പോലെ വരേണ്ടായി എൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാം വിളിച്ചു കൂട്ടുക, നമുക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് എൻ്റെതായ കാര്യങ്ങൾ പച്ചയായി പറയാൻ സ്റ്റേറ്റ് മുഴുവൻ അറിയാതെ ഞാൻ ഇതിൽ പറയും. ആകപ്പെടുന്ന എൻ്റെ അടുത്ത് വന്നു സ്വതന്ത്രനാവണം,
സ്വന്തമായിട്ട് മത്സരിക്കണം, ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താ അവരൊക്കെ പറയാൻ പറ്റില്ല, ഓരോ പാർട്ടിയുടെ കാര്യം സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ എല്ലാ 100% സപ്പോർട്ട് തരാമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തന്നെ പിന്നിൽ നിന്ന് കുത്തിയ ശിഷ്യന്മാരെക്കുറിച്ച് താൻ വിളിച്ചു പറയും. തന്നെ സ്നേഹിക്കുന്ന ഏതു പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നുമാണ് MLA പറഞ്ഞത്. ഇതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ CC മുകുന്ദൻ MLAയുമായി പ്രത്യേകം ചർച്ചയും നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് CC മുകുന്ദൻ MLA രാജിവെച്ച വിവരം പുറത്തുവരുന്നത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന. മറ്റു ചില പാർട്ടികൾക്കൊപ്പം സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും തനിക്കുണ്ടെന്ന പ്രതീക്ഷയിലാണ് CC മുകുന്ദൻ MLA. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും മുൻപേ CPIയിലുണ്ടായ പൊട്ടിത്തെറി വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര BJP സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ വെറുതെ പറയാണ് എന്ന മട്ടിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പലപ്പോഴും പറയാറുണ്ട്. ഏറ്റവും അടുത്തായിട്ട് 2 പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് 2005 കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ജയറാം രമേശ് ഇവിടെ പ്രഖ്യാപിച്ചു, കേരളത്തിലെ ആളുകളോട് ഉൾപ്പെടെ മനസ്സിലാകുന്ന വിധത്തിൽ പ്രഖ്യാപിച്ചു, ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പഴയ 2005 അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മുന്നണിയുടെ ഭാഗമായി അന്ന് പ്രകടന പത്രികയിൽ ഒക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും അത് നടപ്പിലാക്കാനായി നിർബന്ധം ചെലുത്തുകയും ഒരു മിനിമം പരിപാടി ഉണ്ടാക്കി ആ പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തുകയും ഇതിനാവശ്യമായ കരട് നിയമം എഴുതി തയ്യാറാക്കിയത് സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്ന കാര്യം അവർ തന്നെ പ്രഖ്യാപിച്ചതാണ്. ജയറാം രമേശ് മന്ത്രി, അന്നത്തെ മന്ത്രി. പിന്നീട് ഇങ്ങോട്ട് പലരും ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ അവർ തന്നെ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് തീരുമാനമെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPIM ആണ്, ഇടതുപക്ഷ പാർട്ടികളാണ് എന്നാണ് ചുരുക്കം. കോൺഗ്രസ് അധികാരത്തിൽ തുടർന്നപ്പോൾ 2005 മന്ത്രിസഭയുടെ കാലത്ത് നമ്മളുണ്ടായിരുന്ന പിന്തുണ പിൻവലിച്ച അവസരം നമ്മൾ അതിൽ നിന്ന് പോന്നല്ലോ, 62 പേരും. പിന്നീട് അധികാരത്തിൽ വന്ന 2ാം UPA സർക്കാരിന്റെ കാലത്ത് നമുക്ക് തൊഴിലുറപ്പിലുണ്ടായിരുന്ന ചില്ലറ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു എന്നത് മാത്രമാണ് അതിലുണ്ടായിരുന്ന ഗുണമുള്ളൂ. യൂണിയൻ പാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് P. പോൾ അധ്യക്ഷനായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്ന സമയത്ത് BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 62 MP-മാരുടെ പിന്തുണയുള്ള ഇടതുപക്ഷ MP-മാർ പിന്തുണ കൊടുക്കുകയാണുണ്ടായത്. ആ പിന്തുണ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് മന്ത്രി പദമോ മറ്റു ഔദ്യോഗിക പദവികളോ അല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആ പട്ടിണി പാവങ്ങൾക്ക് ഒരു വർഷത്തിൽ മിനിമം ഇത്രയെങ്കിലും തൊഴിൽ ലഭ്യമാക്കണം. അതിനു വേണ്ടിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഒരു വർഷത്തിൽ 100 ദിവസമെങ്കിലും പണി കൊടുക്കാൻ 18 വയസ്സിന് കൂടുതൽ എത്ര സമയമാണോ അവർക്ക് പണിയെടുക്കാൻ സാധിക്കുക അതുവരെ തൊഴിലുറപ്പ് നൽകുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. PR രമേശ്, ആശ മാത്യു, മിനി വിനയൻ എന്നിവർ സംസാരിച്ചു. ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കഥ പറയുന്ന തെരുവ് നാടക അവതരണവുമായി ചേന്തിണ 2026. കളിയല്ല സാർ ഇത് ജീവിതമാണ് എന്ന സഞ്ചരിക്കുന്ന തെരുവ് നാടകം അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമായി. ചേന്തിണ 2026 ഭാഗമായാണ് ചേനത്ത തെരുവ് നാടകം അവതരിപ്പിച്ചത്. ആലുക്കൽ മൈതാനം മുതൽ ചേനം സെന്റർ വരെ നീളുന്ന പാതയിലാണ് സഞ്ചരിക്കുന്ന നാടകം അരങ്ങേറിയത്. അടുത്തിടെ വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ് നാടകം. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇടയ്ക്കിടെ കെട്ടിരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിൽ നിന്ന് ഉയരുന്നതിന്റെ വേദനയാണ് നാടകം പങ്കുവയ്ക്കുന്നത്. ചേന്തിണ ഒരുക്കിയ നാടകം KB ഹരിയാണ് സംവിധാനം ചെയ്തത്.
സലീം ചേനം, PA സജീവൻ, KA ഡേവിസ്, MC രാജേഷ്, CR രാജൻ, ബിജുകുമാർ, മല്ലു P ശേഖർ, KA ബഷീർ, ആൻഡ്രു തരകൻ, പ്രസാദ് ലീല, ചാക്കോടി അന്തിക്കാട്, രഞ്ജിത്ത് കുറുമ്പിലാവ് എന്നിവരാണ് തെരുവ് നാടകത്തിൽ അഭിനയിച്ചത്. ആലുക്കൽ മൈതാനം മുതൽ ചേനം സെന്റർ വരെ നീളുന്ന പാതയിൽ പെട്ടി ഓട്ടോയിലും മറ്റുമായി അരങ്ങേറിയ നാടകമാസ്വാദകർക്ക് പുത്തൻ അനുഭവമാണ് നൽകിയത്. നിരവധി പേരാണ് ചേന്തിന് ഒരുക്കിയ കളിയല്ല സർ ഇത് ജീവിതമാണ് എന്ന തെരുവ് നാടകം ആസ്വദിക്കാൻ ഒത്തുചേർന്നത്. അടിയായിരുന്നു. എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിയുമില്ല. അവരെന്നെ ഞാനൊരു വീട് വാങ്ങിക്കാൻ ഇറങ്ങിയതായിരുന്നില്ലേ? ഒരു വീട്, ആരെങ്കിലും ഒരു വീട് തരും. നിങ്ങൾക്കെന്റെ നിറമാണോ പ്രശ്നം? നിങ്ങൾക്കെന്റെ ഭാഷയാണോ പ്രശ്നം? നിങ്ങൾക്കെന്റെ സംസ്കാരമാണോ പ്രശ്നം? എന്റെ മകളുടെ കല്യാണം 2 മാസം കഴിഞ്ഞ് നടക്കേണ്ടതാണ്. എന്റെ മകന്റെ വിദ്യാഭ്യാസം, എന്റെ കുടുംബം. നിങ്ങൾ കേരളീയർ എല്ലായിടത്തും നല്ലവരാണ്. ഇത് എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ നിങ്ങൾ വെറുപ്പിന്റെ ആളുകളായി മാറുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലയിടങ്ങളിൽ മാത്രം വെറുപ്പിന്റെ ആളുകളായി മാറുന്നത്? വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവണിശ്ശേരി യൂണിറ്റിന്റെ 8ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തി. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. പാലിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതൻ സ്കൂളിലാണ് സമ്മേളനം നടന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികലാംഗ അസോസിയേഷൻ ഇവിടെ തുടങ്ങിയിട്ട് 8 വർഷമായി. ഈ 8 വർഷവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസോസിയേഷനാണ്. ചന്ദ്രേട്ടന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഈ വർഷവും ഇതുപോലെ ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ കണ്ണ് പരിശോധന ഉണ്ടായിരുന്നു. നമുക്ക് വേദനയിലിരിക്കുന്നവരുണ്ട്, സന്തോഷത്തിലിരിക്കുന്നവരുണ്ട്. നമുക്കറിയാം പഞ്ചായത്തിന്റെ പൂർണ്ണമായ സഹകരണം നിങ്ങളോടുകൂടെ എന്നും ഉണ്ടാവുമെന്ന് ഞാൻ വാക്ക് തരികയാണ്. ചന്ദ്രേട്ടൻ ഇപ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പാലക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു റൂം വികലാംഗർക്കായിട്ട് ഉണ്ട് എന്ന് അറിഞ്ഞു. നമ്മളത് തീർച്ചയായും പരിശോധിക്കും. വികലാംഗർ തന്നെയാണ് അത് എടുത്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് അത് മറച്ചു കൊടുത്തതാണോ എന്ന് നമ്മളത് തീർച്ചയായും പരിശോധിച്ച് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ തീർച്ചയായും നമുക്കത് തരാനുള്ള നിങ്ങളുടെ കൂടെ ഭരണസമിതി ഉണ്ടാവുമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. വികലാംഗ അസോസിയേഷൻ അവണിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ പുറത്താള അധ്യക്ഷനായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു. അർഹരായ 5 പേർക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി R രമേശൻ, VK ആന്റണി, AG മാധവൻ, PN സുനിൽകുമാർ, VI ജോൺസൺ, വിനയ സച്ചിൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഗതാഗത പദ്ധതിക്ക് കീഴിലുള്ള തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം ഈ മാസം 30-നകം പൂർത്തിയാക്കും. KSTP അധികൃതർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇത് സംബന്ധിച്ച ഉറപ്പു നൽകിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. PA സീതി മാസ്റ്റർ, PA കരുണാകരൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരൂപ്പടന്ന മുതൽ കുറുക്കഞ്ചേരി വരെയുള്ള റോഡ് നിർമ്മാണം ഈ മാസം 30-നകം പൂർത്തിയാക്കുമെന്ന് KSTP ഹൈക്കോടതിയെ അറിയിച്ചു. KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇതു സംബന്ധിച്ച ഉറപ്പ് നൽകിയത്. കരൂപ്പടന്ന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ടാറിംഗ് മറ്റൊരു കോൺട്രാക്ടർ നടത്തും. അതിവേഗത്തിലാണ് അനുബന്ധ നടപടികൾ നടക്കുന്നതെന്നും KSTP വ്യക്തമാക്കി.
കഴിഞ്ഞ ഫെബ്രുവരി 28-നകം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതി KSTP ഡയറക്ടർക്ക് ഉത്തരവ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് KSTP 1 മാസം കൂടി സമയം ആവശ്യപ്പെട്ടത്. റോഡിന്റെ ഗുണനിലവാരവും നിർമ്മാണ റിപ്പോർട്ടും സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ചീഫ് ടെക്നിക്കൽ എക്സാമിനറെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഇടക്കാല ഹർജിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ 6 തവണ KSTPക്ക് നോട്ടീസ് അയച്ച വിവരം ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കാളികളായ കാവടി പൂരാഘോഷ കമ്മിറ്റിക്കാർക്കായി ആദരണീയ സദസ്സ് സംഘടിപ്പിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ER ജയചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്രമേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി ആദരണീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്ത സമാജം ഭാരവാഹികളെ അദ്ദേഹം ഉപഹാരം നൽകി ആദരിച്ചു. സമിതി ട്രഷറർ അരവിന്ദൻ കർത്താവ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സന്തോഷ് അയനിക്കുന്നത്ത്, അരുൺ D വെള്ളാലത്ത്, TK രാമകൃഷ്ണൻ, രാമചന്ദ്രൻ, സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ തിമിര ശസ്ത്രക്രിയ സംഘടിപ്പിക്കും. ആശുപത്രി അധികൃതർ ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിർധനരായ 10 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ വാഗ്ദാനം ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ശസ്ത്രക്രിയാ പ്രഖ്യാപനം നിർവഹിക്കും. ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ആൻഡ് കാറ്ററാക്ട് സർജൻ ഡോക്ടർ M മൈമുന്നീസ അധ്യക്ഷയാകും. ഡിവിഷൻ, വാർഡ് കൌൺസിലേഴ്സിന്റെ കത്തുമായി വരുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 10 പേർക്കാണ് സൗജന്യ തിമിര ശസ്ത്രക്രിയ ചെയ്തു നൽകുക. ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗജന്യ നേത്രപരിശോധനയും ഒരുക്കിയിട്ടുണ്ട്. വിശ്രമരഹിതവും അതിനൂതന സാങ്കേതികവിദ്യയും ഉപയോഗിച്ചുള്ള ടോപ്പിക്കൽ മിക്സ് തിമിര ശസ്ത്രക്രിയകളും ഇൻസെക്ഷൻ, തുന്നൽ, വേദന എന്നിവയില്ലാതെയുള്ള ശസ്ത്രക്രിയകളും ഫൈഡസ് ആശുപത്രിയുടെ പ്രത്യേകതകളാണ്. റെറ്റിന, ഗ്ലോക്കോമ, ഡ്രൈ ഐ ക്ലിനിക്, പീഡിയാട്രിക് കെയർ, ഒപ്റ്റിക്കൽ സ്റ്റോർ, ഫാർമസി, കോൺടാക്ട് ലെൻസ് ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ആശുപത്രിയിൽ ലഭ്യമാണ്. എല്ലാ ദിവസവും രാത്രി 7 വരെയും ഞായറാഴ്ചകളിൽ 1 വരെയും ഫൈഡസ് സേവനമുണ്ടാകും. തിമിര ശസ്ത്രക്രിയകൾക്ക് മെഡിസെപ്പിന്റെയും മറ്റ് എല്ലാ ഇൻഷുറൻസുകളുടെയും പരിരക്ഷ ലഭ്യമാണ്. കൂടാതെ ബജാജ് ഫിൻസർവിന്റെ നോ കോസ്റ്റ് EMI സൗകര്യവും ലഭ്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8129072717 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓപ്പറേഷൻസ് മാനേജർ സിനോജ് അറക്കൽ, ഒപ്റ്റിക്കൽ ഇൻചാർജ് KS നിധിൻ, PROമാരായ ശ്രീനാഥ് മുരളീധരൻ, ആൻസൺ ആന്റോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം ഫൈഡസ് കണ്ണാശുപത്രി തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ 2 വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ അതനുബന്ധിച്ച് 10 പേർക്ക് സൗജന്യമായിട്ടുള്ള തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം നാളെ, അതായത് മാർച്ച് 10-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ ബഹുമാനപ്പെട്ട മേയർ ഡോക്ടർ നിജി അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതാണ്. ഹോസ്പിറ്റലിനകത്ത് വെച്ച് തന്നെയാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ സൗജന്യ തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നത് 10 വ്യക്തികൾക്കാണ്. ഈ 10 വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അല്ല, വാർഡ് ഡിവിഷൻ കൗൺസിലേഴ്സാണ്. ഓരോ വാർഡിൽ അല്ലെങ്കിൽ ഓരോ ഡിവിഷനിൽ ഏറ്റവും നിർധനരായിട്ടുള്ള തിമിര ശസ്ത്രക്രിയ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പള്ളിപ്പുറത്ത് റോഡിലെ വളവുകളിൽ അപകടം ഒഴിവാക്കാൻ സ്ഥാപിച്ച മിറർ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. സംഘകല സ്ഥാപിച്ച കോൺവെക്സ് ലെൻസാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. പുത്തൻതോട് മുതൽ പള്ളിപ്പുറം വരെയുള്ള റോഡിലെ വളവുകളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സംഘകല അപകടങ്ങൾ ഒഴിവാക്കാൻ കോൺവെക്സ് മിറർ റോഡിലെ വളവുകളിൽ സ്ഥാപിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളിൽ 90% കുറവ് വരുത്താൻ കോൺവെക്സ് മിറർ സ്ഥാപിച്ചതിലൂടെ സംഘകലയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇതിനിടെയാണ് സാമൂഹ്യവിരുദ്ധർ കോൺവെക്സ് മിറർ തകർത്തത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സ്ഥാപിച്ച കോൺവെക്സ് മിറർ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വഴിയാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. ഇത്തരം വസ്തുക്കൾ നശിപ്പിക്കുന്ന സാമൂഹ്യവിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ഉൾപ്പെടെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് സംഘകല ആവശ്യപ്പെടുന്നത്. കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിനാഘോഷത്തിന്റെയും ഗ്ലോബൽ സമ്മേളനത്തിന്റെയും ഭാഗമായി പുത്തൻപീടികയിൽ പതാക ദിനാചരണം നടത്തി. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റാണ് പതാക ദിനം ആചരിച്ചത്.
കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിനാഘോഷവും ഗ്ലോബൽ സമ്മേളനവും ഈ മാസം 13-14 തീയതികളിൽ തലശ്ശേരിയിൽ നടക്കും. ഇതിന്റെ ഭാഗമായാണ് പതാക ദിനാചരണം സംഘടിപ്പിച്ചത്. പുത്തൻപീടിക പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരിയും ഡയറക്ടറുമായ ഫാദർ റാഫേൽ മുത്തിപ്പീടിക പതാക ഉയർത്തി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പടന്നമാക്കൽ ജന്മദിനാഘോഷ സന്ദേശം നൽകി. കൈക്കാരൻ ജോൺസൺ മാങ്ങൻ, സെക്രട്ടറി PV പോൾ, ട്രഷറർ വിൻസെന്റ് മാടശ്ശേരി, KA വോഗീസ്, ജെസ്സി വോഗീസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ബിജു ബാബു, റോസ്മോൾ ജോസഫ്, ജോജി മാളിയേക്കൽ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കിയ കുത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി നാടിന് സമർപ്പിച്ചു. എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാനുള്ളതാണ് കുത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈൻ മുഖേന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ്. ചെറുതെങ്കിലും ഒരു നാടിൻ്റെ വികസന കാഴ്ചപ്പാടിന് ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുടെ വികസന കാഴ്ചപ്പാടാണ് ഒരു നാടിൻ്റെ സമൃദ്ധിയെ ഉണർത്തുന്നത്. കുന്നത്തുമാക്കൽ ചിറക്കൽ ചെറുപുഴ തോട് പദ്ധതി, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാവും. നല്ല കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും അവിടെ നിന്നുണ്ടായ ജനപ്രതിനിധികളുണ്ടായി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന പ്രിയപ്പെട്ട മുൻ മന്ത്രി CBS സുനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. തുടർന്ന് വന്ന ടൈസൺ മാസ്റ്ററും ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തി. തൻ്റെ നിയോജകമണ്ഡലവും അവിടുത്തെ പ്രവർത്തനങ്ങളിലും ഇരുവരും കാണിച്ച വലിയ ജാഗ്രത ഈ നാടിൻ്റെ സമൃദ്ധിക്ക് ഏറെ സഹായകമായി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. E.T. ടൈസൺ MLA അധ്യക്ഷനായി. എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോടിൽ ശുദ്ധജലം പ്രവഹിപ്പിക്കും. ഇതു മുഖേന ഇരു പഞ്ചായത്തുകളിലെ കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. മുൻമന്ത്രി VS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരിക്കെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4.8 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. കൂത്തുമക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലം എത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. കോഴിത്തുമ്പ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, മുൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നൌമി പ്രസാദ്, ഐഷ B മുഹമ്മദ്, KK അജിത്കുമാരി, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ജ്യോതി പ്രകാശ്, ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അരുൺലാൽ എന്നിവർ പങ്കെടുത്തു. പദ്ധതിക്കായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതിയ വീട്ടിൽ ഫസലുൽ ഹക്കിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുകോട്ടയായ നാട്ടിക മണ്ഡലത്തെ ഞെട്ടിച്ച് സിറ്റിംഗ് MLA CC മുകുന്ദന്റെ രാജി. കേന്ദ്ര BJP സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കഥ പറയുന്ന തെരുവ് നാടക അവതരണവുമായി ചേന്തിണ 2026.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.